ഹലോ, ഇപ്പോൾ ഈ കാർവാർ MLA പറഞ്ഞതുപോലെ തന്നെ ഈ അണ്ടർ വാട്ടർ കറന്റ് അത് അതിരൂക്ഷമാണ്. അടിയൊഴുക്ക് വലിയ തോതിൽ പ്രശ്നമായി നിൽക്കുന്നു. ഈ കരയുടെ ഭാഗത്ത് നിന്ന് 2 ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനത്തിനുള്ള അല്ലെങ്കിൽ തെരച്ചിലുള്ള സാധ്യത തേടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ലോറിയിലേക്ക് എത്തുക എന്നുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുതൽ നമ്മൾ അതിൻ്റെ പ്രയത്നം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ സമയം 4 മണിയായി. ഇരുട്ടാവുന്നതോടും രക്ഷാദൗത്യത്തിൻ്റെ സാധ്യത കുറയുകയും ചെയ്യുകയാണ്. നമ്മൾ ഇനിയും ഒരു കാത്തിരിപ്പിൻ്റെ ദിനം അത് ഇങ്ങനെ നീളുമോ എന്നുള്ളതാണ് സംശയം. പ്രത്യേകിച്ച് കാർവാർ MLA പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ നേവിയുടെ ഏറ്റവും വൈദഗ്ധ്യമുള്ള സ്കൂബ ഡൈവർമാരാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതിനകത്തേക്ക് ഈ ലോറി ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി MLA തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് അടിയിലേക്ക് ചെന്ന് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ ആ നദിയിലുള്ളത്. നമുക്കറിയാം, അതായത് ഒരു മല ഒന്നാകെ ഇടിഞ്ഞ് ഈ നദിയിലേക്ക് വീണ് ഈ നദിയിൽ ചെടി അടക്കം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായി നമ്മുടെ സ്കൂബ ഡൈവർമാർക്ക് താഴേക്ക് ചെന്നാൽ അവർക്ക് എന്താണ് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. ഫ്രഷ് വാട്ടർ അല്ല എന്ന് ആ വെള്ളത്തിന്റെ കണ്ടീഷൻ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ അറിയാം, ഇപ്പോൾ അവിടെ ആ ജലപ്പരപ്പിൽ പരിശോധന നടത്തുന്ന സംഘത്തിന്റെ ആ ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ചെയ്ത് പോലും ആങ്കർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അവിടെ എഞ്ചിൻ ഓഫ് ചെയ്താൽ പോലും ഈ ബോട്ട് ഈ ഒഴുക്കിൽപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ അത്രയ്ക്ക് അടിയൊഴുക്കുള്ള ഒരു പുഴയിലേക്ക് നമ്മുടെ ഡൈവർമാർക്ക് ഇറങ്ങുക നിലവിൽ അസാധ്യമെന്ന് തന്നെയാണ് MLA യുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും 3 ലോഹഭാഗങ്ങൾ ഇപ്പോൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഏതാണ് ലോറിയുടെ ക്യാബിൻ, അല്ലെങ്കിൽ കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിൻ ഒന്ന് ലോറിയുടെ ക്യാബിൻ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ലോറിയുടെ ക്യാബിൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കൂബ ഡൈവർമാർക്ക്, സൈന്യത്തിന്റെ സ്കൂബ ഡൈവർമാർക്ക് അങ്ങോട്ട് എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാനോ എന്തെങ്കിലും കഴിയും. MLA പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പദ്ധതികൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തടയണ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി ഈ സ്കൂബ ഡൈവർമാർക്ക് അവിടെ പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള പരിശോധനയും എന്നുള്ള ആലോചനയും അവിടെ നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ചരിത്രത്തിലെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രക്ഷാ ദൗത്യം അവിടെ നടക്കുന്നു. നമ്മുടെ സൈന്യം സർവ്വസജ്ജമായി ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. 10ാം നാളും നമുക്കറിയാം, ഈ അപകടം നടന്നത് 10ാമത്തെ ദിവസമാണ്. 10ാം നാളും ഒരാൾക്ക് വേണ്ടി ഒരു മനുഷ്യജീവൻ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളുടെ കാത്തിരിപ്പും പ്രയത്നവും ഒരുപോലെ തുടരുകയാണ്. ഏതായാലും പോസിറ്റീവ് വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തോ പറഞ്ഞ പോലെ ഈ ദൗത്യം ഇന്ന് ഫലപ്രാപ്തിയിലെത്തുമോ, ഇന്ന് ലക്ഷ്യം കാണുമോ എന്ന് പറയുക അസാധ്യമാണ്. കാരണം ഈ പറഞ്ഞ സാഹചര്യങ്ങൾ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും ആ പുഴയിലെ കനത്ത ഒഴുക്കും അതുപോലെ തന്നെ ഈ അടുത്തട്ടിലേക്ക് ഈ ലോറി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള നിലവിലെ പ്രതിബന്ധങ്ങളും വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് ഒരുക്കുന്നത്. എങ്കിലും ശുഭവാർത്തകൾക്കായി കാത്തിരിക്കാം. 3 മണിയോടുകൂടി ഇതിനകത്തൊരു റിസൾട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ നടക്കുന്ന പരിശോധനയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയോട് അടുക്കുകയാണ്. അല്പസമയം കൂടി ഈ പരിശോധനയുടെ ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, ഏറ്റവും പോസിറ്റീവായുള്ള വിവരങ്ങൾ വൈകാതെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുരേന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഈ വലിയ ദൗത്യമാണ് അവർക്ക് മുന്നിലുള്ളതെന്ന് അറിയാം. പക്ഷെ അപ്പോൾ പോലും ഈ വലിയ പ്രതിബന്ധങ്ങളുമുണ്ട്. ആ തടസ്സങ്ങളൊക്കെ മറികടന്നാണ് ഇപ്പോൾ തെരച്ചിലും രക്ഷാദൗത്യവും ഒക്കെ പുരോഗമിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ ഒരു നാടിൻ്റെ, ഒരു വീടിൻ്റെ, ഉറ്റവരുടെ ഒരു കാത്തിരിപ്പിൻ്റെ ദൈർഘ്യമുണ്ടല്ലോ. അത് എങ്ങനെയാണ് അത് വിവരിക്കുക എന്ന് പ്രയാസകരമാണ്. 10 ദിവസമായി
അർജുൻ എന്ന മകനെ കാണാതായിട്ട്, അർജുൻ എന്ന ഭർത്താവിനെ കാണാതായിട്ട്, അർജുൻ എന്ന സഹോദരനെ കാണാതായിട്ട് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു മുഖമായി അർജുൻ മാറിയിട്ട് ഇതിപ്പോൾ 10 ദിവസമാകുന്നു. ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നമുക്ക് കുറേയേറെ പാഠങ്ങൾ പഠിക്കാനില്ലേ ഈ ഒരു ദുരന്തത്തിൽ നിന്ന്? എന്തോ അതായത് നമ്മുടെ കയ്യിലുള്ള ആ ഭാഷയും നമ്മുടെ കയ്യിലുള്ള വാക്കുകളും മതിയാകാതെ വരും വീട്ടുകാരുടെയും അർജുന് പ്രിയപ്പെട്ട മനുഷ്യരുടെയും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിവരിക്കാൻ. ഒന്ന് ആലോചിക്കണം, 10 ദിവസമായി ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് അദ്ദേഹം ആ പ്രദേശത്ത് അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നറിയാം. ഒന്ന് കാണാൻ പറ്റാതെ, പുതിയ വിവരങ്ങളില്ലാതെ കഴിയുന്ന ആ വീട്ടുകാരുടെ അവസ്ഥ, ഒരുപക്ഷെ ആ വീട്ടുകാരോളം തന്നെ അർജുനെ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു അർജുനുമായി നേരിട്ടൊരു പരിചയവുമില്ലാത്ത, ഇതിനു മുൻപ് അർജുനെ കണ്ടിട്ടില്ലാത്ത, അർജുനുമായി സംസാരിച്ചിട്ടില്ലാത്ത എത്രയോ മനുഷ്യരാണ്, എത്രയോ ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള മലയാളികൾ ഇപ്പോൾ അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാലും അതിൽ അതിശയത്തില്ല. കാരണം അതുപോലുള്ള റെസ്പോൺസുകളാണ്, അതുപോലുള്ള വാർത്തകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാർത്തയ്ക്കും ഉണ്ടാകുന്ന ശ്രദ്ധയും പ്രേക്ഷകരുടെ പ്രതികരണവും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി ഒരു നാട് ഒന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു അപൂർവമായ അവസരങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അത്തരത്തിലൊരു അവസരത്തിലൂടെയാണ് ഇപ്പോൾ മലയാളിയും മലയാള മാധ്യമങ്ങളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ പറഞ്ഞതുപോലെ തന്നെ ഒരു അപകടം ഉണ്ടാകുന്നു, ആ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇത് വളരെ വൈദഗ്ധ്യമുള്ള ഒരു സംഘം ആളുകൾ, ഒരു സംഘം ഇപ്പോൾ അവിടെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പലതരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഈ ലോറിയുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം ഈ ലോറി നമുക്ക് കണ്ടെത്താൻ കഴിയണം, അതായത് കരയിലേക്ക് എത്തിക്കാൻ കഴിയണം, അതിൽ അർജുൻ ഉണ്ടോ എന്ന് അറിയാൻ കഴിയണം. ആത്യന്തികമായി ആ വീട്ടുകാരെല്ലാം പറയുന്നത്, അല്ല അർജുൻ ബന്ധുക്കളെല്ലാം പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. എങ്ങനെയെങ്കിലും അർജുൻ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള അവരുടെ ഒരു ആഗ്രഹത്തിലേക്കെങ്കിലും നമുക്ക് എത്താൻ കഴിയണമെന്ന ഒരു നിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 10 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനം തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ. കാരണം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടായേ പറ്റൂ എന്ന തീരുമാനത്തോടെ, എന്ന നിശ്ചയത്തോടു കൂടി തന്നെയാകണം. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച കാർവാർ MLA ഒക്കെ അദ്ദേഹം ഈ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും എത്രയോ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ, എത്രയോ മനുഷ്യരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് തമ്പടിച്ച് അവിടെ അർജുന് വേണ്ടിയുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു, ഈ കാത്തിരിപ്പിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനുമൊക്കെ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടത്തുന്ന ഈ രക്ഷാപ്രവർത്തനം അത് സമീപകാലത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഉറപ്പായും ലല്ലു സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ രക്ഷാദൗത്യം അതൊരു ചരിത്ര ദൗത്യമാണ്. ഒരു രാജ്യം ഇത്രമാത്രം ഇങ്ങനെ ഉറ്റുനോക്കിയ ഒരു രക്ഷാദൗത്യം ഉണ്ടോ എന്നുള്ളത് പോലും സംശയകരമാണ്. നമുക്ക് മടങ്ങിയെത്താൻ ഒരു ഇടവേളയ്ക്ക് ശേഷം